ശബരിമലയിൽ നാളെ നടക്കുന്ന മണ്ഡല പൂജയ്ക്കായി തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ നിന്ന് പുറപ്പെട്ടു. വൈകിട്ട് 6:30-ക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. തീർത്ഥാടക പ്രവാഹം ഇന്നും തുടരുകയാണ്. തിരക്കിനെ തുടർന്ന് ശബരിമല ദർശനം ലഭിക്കാതെ തീർത്ഥാടകർ മടങ്ങുന്നുണ്ട്. പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി മാലയൂരി മടങ്ങാൻ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ADGP MR അജിത് കുമാർ. തിരക്ക് ക്രമീകരിക്കാൻ ഇടത്താവളങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാണ്. പമ്പയിൽ പാർക്കിംഗ് അനുവദിച്ചാൽ നിലയ്ക്കലിലെ പ്രശ്നങ്ങൾ അല്പം കുറയുമെന്നും ADGP പറഞ്ഞു. വളരെയധികം ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ് നമ്മുടെ ബെസ്റ്റ് എഫേർട്സ് നിങ്ങൾ കാണുന്നതാണ് വേണ്ട മതി. ഇത്ര കയറ്റിയിട്ട് പോലും ഇപ്പോഴും ക്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പാച്ചി മേട് വരെയാണ്. ശബരിമലയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനും അധികമായിട്ടാണ് ഇൻഫ്ലോ വരുന്നത്. നമ്മൾ പക്ഷേ കണ്ട പ്രശ്നം എന്ന് പറയുന്നത് ബുക്കിംഗ് ചെയ്ത ആൾക്കാർ കൂടാതെ ബുക്ക് ചെയ്യാത്തവരും അതുപോലെ തന്നെ മുൻ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചയക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇന്നും നാളെയും അവിടെ നടക്കാനുള്ളത്. ഈ മണ്ഡല ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ മണ്ഡല തീർത്ഥാടനത്തിൻ്റെ അവസാനം ഇനി മകരവിളക്ക് ഉത്സവമാണ്. ഈ മണ്ഡല പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ? എപ്പോഴാണ് ഈ തങ്കയങ്കി ഘോഷയാത്രയ്ക്കുള്ള ആചാരപരമായ സ്വീകരണങ്ങൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ? ഗോകുൽ, തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ട് 6:15 സന്നിധാനത്തെത്തും. 6:30 തങ്കയങ്കി ചാർത്തിയുള്ള പ്രത്യേക ദീപാരാധന ചടങ്ങുകൾ നടക്കുക. നിലവിൽ തങ്കയങ്കി ഘോഷയാത്ര 3:30 പമ്പയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാനുള്ള ദേവസ്വം പ്രതിനിധികൾ ഇപ്പോൾ സന്നിധാനത്ത് നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ചരംകുത്തിയിൽ വെച്ച് അല്പസമയത്തിനുള്ളിൽ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. അതിനുശേഷം അവരെ ആനയിച്ചുകൊണ്ടായിരിക്കും സന്നിധാനത്തേക്ക് എത്തുക. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എല്ലാം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6:15 തങ്കയങ്കി ഘോഷയാത്രയെത്തും. അതിനുശേഷം 6:30-ക്കാണ് ദീപാരാധന നടക്കുക. അതുവരെ 18-ാം പടിയിലൂടെയും അല്ലാതെയും ദർശനം സാധ്യമാകില്ല. തീർത്ഥാടകരെ നിലവിൽ നടപ്പന്തലിൽ നിയന്ത്രിച്ചിരിക്കുകയാണ്. നടപ്പന്തൽ മുതൽ ശബരിപീഠം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. ഇവർക്ക് 7 മണിക്ക് ശേഷം മാത്രമായിരിക്കും ഇനി ദർശനം അനുവദിക്കുക. അത്തരത്തിൽ വലിയ തിരക്കും ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെയും ഇന്ന് രാവിലെയുമായി ദർശനം നടത്തിയ ആളുകൾ വിധിവെച്ച് ഇവിടെ തുടരുകയാണ്. ഒപ്പം നാളെയാണ് മണ്ഡല പൂജ നടക്കുന്നത്. നാളെ രാവിലെ 10:30-നും 11:30-നും ഇടയിലാണ് ഈ മണ്ഡലകാലത്തെ മണ്ഡല പൂജ നടക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും പൂർണ്ണമായും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ദേവസ്വം മന്ത്രി, ADGP ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഗോകുൽ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉച്ചയ്ക്ക് ADGP മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം എല്ലാം വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ദിവസേന 1,00,000-ലധികം ആളുകൾ വന്നിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് 80,000-ഓളം ആളുകളെ മാത്രമാണ് ശബരിമലയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ആളുകൾ വന്നതാണ് ഈ പ്രശ്നത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇത് മറികടക്കാൻ വേണ്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോകുൽ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണഗതിയിൽ തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്ന മണ്ഡല പൂജ ദിവസങ്ങളിലൊക്കെ ഈ ദർശന സമയത്തിലൊക്കെ നിയന്ത്രണമുള്ളതിനാൽ തീർത്ഥാടകരുടെ എണ്ണം കുറയേണ്ടതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഈ ദിവസങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അത് ഇനി വരുന്ന മകരവിളക്ക് മഹോത്സവ ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന തരത്തിലുള്ള സൂചനയാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ നൽകുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.